ഇതിങ്ങനെ കൊട്ടിഘോഷിച്ചിട്ട് ഈ റീൽസിൽ മാത്രം ഇത് മിന്നിമറയാണ്. നമ്മളിപ്പോഴുള്ളത് ബേപ്പൂരാണ്. ബേപ്പൂർ പുലിമുട്ടിലാണ്. ബേപ്പൂർ പുലിമുട്ടിൽ ഒരു പുലി കൂടി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. PV അൻവർ ഇവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മത്സരമൊന്നും പ്രഖ്യാപിച്ചില്ല, തീരുമാനിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം ബേപ്പൂരിൽ സജീവമാണെന്ന് തോന്നുന്നു. എന്താണ്, ഇലക്ഷനായിട്ട് ഇറങ്ങിയതാണോ അതോ എങ്ങനെയാണ്, മണ്ഡലം ഒന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണോ? ബേപ്പൂർ കല്യാണത്തിന് വന്നതാ. അപ്പോൾ ഇവിടെ നല്ല കല്ലുമ്മക്കായ കട്ടൻ ചായയും കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേ, കട്ടൻ ചായ നമ്മളൊരു വീക്ക്നെസ്സാണ്, കല്ലുമ്മക്കായും അത് കഴിക്കാച്ച് വന്നതാ. നേരത്തെ കോൺഗ്രസ് ബ്ലോക്ക് ഓഫീസിൽ പോവുകയും പ്രവർത്തകരെ കാണുകയൊക്കെ ചെയ്തതായിട്ടും അറിഞ്ഞു. അത് ഇവിടെ ആയിട്ടില്ല, പല ബ്ലോക്ക് ഓഫീസിൽ ഞാൻ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെയും വന്നു, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് ബേപ്പൂർ വന്ന് നിൽക്കുമ്പോൾ ബേപ്പൂരിൻ്റെ ഒരു വികസന സാധ്യതകൾ അതിനെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ എന്താ പറയുന്നത്? അല്ല, ബേപ്പൂരിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടൂറിസം സെൻട്രലൈസ് ചെയ്യാൻ മാത്രം ശ്രമിച്ച ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ഒട്ടനവധിയായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലേക്കൊന്നും ഭരണകക്ഷി MLA മന്ത്രി കടന്നിട്ടില്ല എന്നാണ് പൊതുവിൽ ജനങ്ങൾ പറയുന്നത്. അതിൻ്റെ ഒരു വസ്തുത പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാവാം. ഇപ്പം നമുക്കിപ്പോൾ മലബാറിൽ ഏറ്റവും കൂടുതൽ ഓട് ഫാക്ടറികൾ ഉണ്ടായിരുന്ന പ്രദേശമാണിത്. ഇന്നൊരൊറ്റ ഫാക്ടറി ഇല്ല. ഒരു കേന്ദ്രമായിരുന്നു കേരളത്തിന് മുഴുവൻ, ഈവൻ തമിഴ്നാട് കർണാടകയിലൊക്കെ അന്ധകാലത്ത്. എൻ്റെ വീട് 1938 ഉണ്ടാക്കിയതാണ്. ഫറൂഖിലെ ഓടാണ്. ഇന്നും ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു 1850 ശേഷം ഇവിടെ ഈ ഫാക്ടറികളുണ്ട്. അത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് അടച്ചുപൂട്ടിപ്പോയി. ഒരാൾക്കും തൊഴിലുണ്ടായിട്ടില്ല. വീണ്ടും അത് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫറൂഖിലേക്ക് ഓട് വരുന്ന ചൈനയിൽ നിന്നാണ്. ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നതിൽ പടച്ചോനെ അറിയുള്ളൂ. പിന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ഫാക്ടറി എന്ന് പറയുന്നത് നമ്മളിവിടുത്തെ സ്റ്റീൽ ഫാക്ടറിയാണ്. അത് അടച്ചു പൂട്ടിയിട്ട് വർഷങ്ങളായി. കേരളത്തിലെ തിരുവനന്തപുരം എയർപോർട്ട് അദാനിക്ക് വിൽക്കാൻ പോകുന്നു എന്ന് കേന്ദ്രം പറഞ്ഞപ്പോൾ ആ എയർപോർട്ട് ഞങ്ങൾ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ ഗവൺമെൻറ് അവിടെ ഉള്ളത്, ചാൻസ് കൊടുക്കാതിരുന്നതാണ്. അപ്പം അത്തരം സംഗതികൾ ഏറ്റെടുക്കാൻ ശേഷിയുള്ള ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ സ്വന്തം മരുമകൻ്റെ നാട്ടിൽ 100 കണക്കിന് ഏക്കർ ഭൂമി, 33 ഏക്കർ ഭൂമിയാണ്, 32 കോടി രൂപയ്ക്ക് വിറ്റത്. ഒരു പൊതുമേഖലാ സ്ഥാപനം ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം അസ്ലമിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കോഴിക്കോടിൻ്റെ പരിസരം അറിയാലോ. ആ ഹൈവേയിൽ 20-25 ലക്ഷം രൂപയാണ് ഒരു സെൻറ്റ് ഭൂമിയുടെ വില. അങ്ങനത്തെ 32 ലക്ഷം, 32 ഏക്കർ ഭൂമി 32 കോടിക്ക് വിറ്റു. 10 ലക്ഷം നമ്മൾ കൂട്ടിയാൽ 3 കോടി 20 ലക്ഷം ഉണ്ട്. ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ല. അപ്പം എന്തൊക്കെ ഇവിടെ അടച്ചു പൂട്ടാൻ കഴിയുമോ, എന്തൊക്കെ വിറ്റൊഴിവാക്കാൻ കഴിയുമോ, ആ മാതൃകയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പിന്നെ ബേപ്പൂരിനെ സംബന്ധിച്ചിട്ട് ബേപ്പൂരിൻ്റെ ഖ്യാതി കോഴിക്കോടിനെ അറിയാൻ തുടങ്ങിയത് വാസ്കോഡി ഗാമ വന്നതിന് ശേഷം. 1400കളിൽ ബേപ്പൂർ പോർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ 1400കളിൽ ലോകമറിയുന്ന ബേപ്പൂരിൻ്റെ സ്ഥിതി ഇപ്പം എന്താ നമ്മൾ പരിശോധിച്ചാൽ മതി. ആ പോർട്ടുകൾ കംപ്ലീറ്റ് എന്താ പറയുക അടഞ്ഞുപോയി, ഒരു പ്രവർത്തനവുമില്ല. പിന്നെ ഉണ്ടായിരുന്ന ഇവിടെ ഉരു വ്യവസായമാണ്. നമുക്കറിയാം, അറബികളും മലബാറുമായിട്ടില്ലെങ്കിൽ കേരളവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന ഈ ഉരു വ്യവസായത്തിലൂടെ ഡെവലപ്പ് ചെയ്തൊരു സംഗതിയാണ്. അതിൽ ഇടപെട്ടിട്ട് പോലുമില്ല ഈ പറയുന്ന വ്യക്തി. അപ്പോൾ പുള്ളി എവിടെയാണ് ഇടപെട്ടത്? ഇവിടെ ബേപ്പൂർ പൂരം നടക്കുന്ന, ആകാശപടി നടക്കുന്നു, ബലൂണുകൾ പറത്തുന്നു, മറ്റേ സ്പീഡ് ബോട്ടിൽ മന്ത്രിയും മന്ത്രിയുടെ പരിവാരങ്ങളും പോകുന്നു, ടാറ്റ ബൈ ബൈ പറയുന്നു. എന്ത് ജനങ്ങൾക്ക് എന്ത് കാര്യം? ഇവിടെ ഒരു ഹെൽത്ത് സെൻ്ററിൻ്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ട് മാസങ്ങളായി. ഒരാൾക്കും ഇപ്പോഴും ഉപകാരപ്പെട്ടിട്ടില്ല. അതിൻ്റെ അകത്തേക്ക് ഒരു രോഗി പോയിട്ടില്ല, ഒരു ഡോക്ടർ പോയിട്ടില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഒരു ജനറൽ എൻക്വയറിയിൽ ഏറ്റവും കൂടുതൽ ഭിന്നശേഷി കുട്ടികളുള്ള ഒരു പ്രദേശം കൂടിയാണിത്. ഒരു ബഡ്സ് സ്കൂള് ഈ കുടുംബത്തിൽ ഒരു ഭിന്നശേഷി കുട്ടി ഒരു വീട്ടിലുണ്ടായുള്ള അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ ഒരു പേരക്കുട്ടിയുണ്ട്. എൻ്റെ മോളെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് ഒരു ദിവസം പോലും പുറത്തിറങ്ങാൻ പറ്റില്ല. അതുപോലെയുള്ള നിരവധിയായ അമ്മമാർ ഇവിടെ ഉണ്ട്. വെറുതെ ചായ കുടിക്കാൻ ഇറങ്ങിയതല്ല, മണ്ഡലത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം നടത്തുകയാണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ എന്ത് നടക്കുന്നതെന്ന് അറിയണ്ടേ. ഇതിങ്ങനെ കൊട്ടിഘോഷിച്ചിട്ട് ഈ റീൽസിൽ മാത്രം ഇത് മിന്നിമറയാണ്. ഇത് മിന്നിമറച്ചിലാണ്. അടിയിലേക്ക് വന്നു നോക്കിയാൽ ഒന്നുമില്ല, മരുഭൂമിയാണ് ഇവിടെ. ആ സ്ഥിതിവിശേഷം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ എന്തവർക്ക് വേണ്ടി ചെയ്തത്? കോഴിക്കോട്ടങ്ങാടിയിലെ ക്രൗൺ തിയേറ്ററിൻ്റെ ബാക്കിലുള്ള ഒരു മാർക്കറ്റ് കഴിഞ്ഞ എന്താ പറയുക ഒരു നൂറ്റാണ്ടായിട്ടുണ്ടാകുന്ന മാർക്കറ്റായിരിക്കും. അത് വിൽക്കണം. അവിടെ AC മാർക്കറ്റ് അല്ലേ, AC ഫിഷ് മാർക്കറ്റ് അവിടെ പണിയണം.
ഇവിടെ ഉള്ള ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം പോലും കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോൾ ഇവിടുന്ന് തൊഴിലാളികൾ പറയുന്നു. പട്ടയം 4,16,000 പട്ടയം കൊടുത്തു ഞങ്ങൾ എന്ന് ആവേശത്തോടു കൂടി പറയുന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ ജീവിക്കുന്ന ഈ മണ്ഡലത്തിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു 5 സെൻറ്റിൻ്റെ പട്ടയം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം ഉത്തരം പറയണ്ടേ? അങ്ങനെ നിരവധിയായ മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്തൊരു സംഗതി, ഇപ്പം ഞാൻ ആ മലയോര കർഷകരുടെ കൂട്ടം നിലമ്പൂർ അറിയാലോ, അവിടുത്തെ കർഷകരാണ് എന്നും എനിക്ക് സപ്പോർട്ട് ചെയ്തത്. എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ മറ്റൊരു വിഭാഗമാണ് CRZ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് എന്താ പറയുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു വിഭാഗമാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളും. അറ്റ്ലീസ്റ്റ് അവനവൻ്റെ മണ്ഡലത്തിലുള്ള ആളുകളെങ്കിലും എന്താ പറയുക, അവർക്ക് ആശ്വാസം നൽകുന്ന നിരവധിയായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റിയാസ് ഒന്നും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ജനങ്ങൾ പറഞ്ഞാൽ അതാ വെപ്പർക്കാരായി നിൽക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട് മൈ ഒപ്പീനിയൻ. ലക്ഷദ്വീപിൽ നിന്നുള്ള കപ്പൽ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 28,000-ലധികം ഭൂരിപക്ഷമാണ് LDF വിജയിച്ച മണ്ഡലമാണ്, റിയാസ് വിജയിച്ച മണ്ഡലമാണ്. അവിടെ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ താങ്കൾ തീരുമാനിച്ചില്ലെങ്കിൽ പോലും മത്സരം വരെയാണ്, നിയമസഭ വരെയാണ്. അപ്പോൾ എങ്ങനെയാണ് സാധ്യതകൾ ശരിക്കും അങ്ങനെ ആ ഒരു പൊളിറ്റിക്കൽ സാധ്യത? അല്ല, ആ മത്സരം നടന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണല്ലോ. കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ജനവും പിണറായിസവും തമ്മിലാണ്. മനസ്സിലായില്ലേ? ഒരു ഭാഗത്ത് ജനമാണ്, മറുഭാഗത്ത് മരുമകനും പിണറായിയാണ്. ആ ജനം എന്ന് പറയുന്നത് അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അതിൽ കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, പാർട്ടിയുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്, BJPയുടെ പ്രവർത്തകർ വരെ ഉണ്ടാവും. അതാണ് ജനം. ആ ജനമാണ് ഈ ജനവിരുദ്ധ കുടുംബാധിപത്യ രാഷ്ട്രീയത്തെ താഴെ ഇറക്കി കേരളത്തെ രക്ഷിക്കാൻ ജനങ്ങൾ ആ വോട്ടിംഗ് ദിവസം അവരുടെ രാഷ്ട്രീയം മാറ്റിവെക്കും. ഇതൊന്ന് ഇറങ്ങിക്കണ്ടാൽ മതി എന്നാണ് ജനത്തിൻ്റെ തീരുമാനം. അത് പ്രാബല്യത്തിലാണ്. അപ്പോൾ 20,000 അല്ല 50,000 ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. കൊടുങ്കാറ്റടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ബേപ്പൂരിൽ ഏതെങ്കിലും ഒരു കപ്പൽ ഇവിടെ എവിടെയെങ്കിലും നങ്കൂരിട്ടിട്ടുണ്ടെങ്കിൽ 26-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസത്തെ ആ കൊടുങ്കാറ്റിൽ ആ കപ്പൽ ബേപ്പൂരങ്ങാടിക്ക് കയറി നിൽക്കും. ഓക്കെ, എന്തായാലും വലിയ ആവേശത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ UDF വിജയിക്കുന്നുള്ള ആത്മവിശ്വാസമാണ് PV എന്നിവർ പങ്കുവയ്ക്കുന്നത്. മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.